89 എന്ന് പറയുന്ന ഒരു വർഷം. ആ ഒരു വർഷം നമുക്ക് കരിയറിൽ ഭയങ്കര പ്രത്യേകതയുള്ള വർഷമാണ്. കാരണം സ്റ്റേറ്റ് അവാർഡും കിട്ടി, ആദ്യത്തെ നാഷണൽ അവാർഡും കിട്ടി. ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് ഈ പറഞ്ഞ പോലെ 4ാമത്തെ സ്റ്റേറ്റ് അവാർഡ്, അതിൽ തന്നെ ബെസ്റ്റ് ആക്ടർ 2ാമത്തെ അവാർഡ്. അത് വടക്കൻ വീരഗാഥയും മഹായാനവും മൃഗയ, ഈ 3 സിനിമകൾക്ക് കൂടിയിട്ടാണ് അന്ന് ആ വർഷം നമുക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. പക്ഷേ നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിലൊരു കൗതുകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമൺ ആയിട്ട് ഈ വടക്കൻ വീരഗാഥ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. പക്ഷേ നാഷണൽ അവാർഡിൽ വടക്കൻ വീരഗാഥയോടൊപ്പം മമ്മൂക്കിനെ പരിഗണിച്ചത്, അല്ലെങ്കിൽ മമ്മൂക്കിക്ക് അവാർഡ് കിട്ടിയ സിനിമ എന്ന് പറയുന്നത് മതിലുകളാണ്, അടൂർ ഗോപാലകൃഷ്ണൻ്റെ. സ്റ്റേറ്റ് അവാർഡ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വടക്കൻ വീരഗാഥയും മൃഗയും മഹായാനും ആയിരുന്നു. നാഷണൽ അവാർഡ് പോയി കഴിഞ്ഞപ്പോൾ ഈ മൃഗയും മഹായാനവും അല്ല, അവിടെ മതിലുകളാണ്. അപ്പോൾ അന്ന് നമുക്കറിയാം, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മഹായാനവും മൃഗയും ഒക്കെ കുറച്ചും കൂടി ഒരു കൊമേഴ്ഷ്യൽ പടങ്ങളും, മതിലുകളെന്ന് പറയുന്നത് ഒരു വേറെ തരത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു സിനിമയാണ്. ചിലപ്പോൾ അന്ന് എനിക്കറിയില്ല, അന്നത്തെ ഒരു 2 തരത്തിലുള്ള ജൂറികളുടെ എന്തെങ്കിലും അവരുടെ ഒരു കാഴ്ചപ്പാടും അവരുടെ ഒരു ടേസ്റ്റൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും അങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു അന്ന് ആ 89 തന്നെ കുറച്ച് വിവാദം ഉണ്ടായിരുന്നു. അന്ന് മതിലുകൾക്ക് അവാർഡ് കൊടുക്കാതെ, ആ ഒരു സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാതെ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് അവാർഡ് കൊടുത്തപ്പോൾ അന്ന് കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നടി ഷീല അന്ന് ജൂറിയുടെ ചെയർമാനാണോ ജൂറിയുടെ ഒരു മെമ്പറായിരുന്നു എന്ന് എനിക്കറിയില്ല. അന്ന് അങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്, എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കൗതുകമുണ്ട് ഇപ്പം നമുക്ക് കിട്ടിയ അവാർഡിൽ. ഇത് കഴിഞ്ഞ് പിന്നെ 93 എന്ന് പറയുന്ന ഒരു വർഷം, ആ ഒരു വർഷം വീണ്ടും നമുക്കൊരു ഒരു സ്റ്റേറ്റ് അവാർഡും അതുപോലെ തന്നെ ഒരു നാഷണൽ അവാർഡൊക്കെ കിട്ടി. ഇപ്പോൾ ഈ 89 സംഭവിച്ച പോലെ തന്നെ അവിടെയും ഒരു കൗതുകമുണ്ട്. അതായത് വിധേയൻ, പൊന്തന്മാട, വാത്സല്യം, ഈ 3 സിനിമകൾക്കാണ് അന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. നാഷണൽ അവാർഡ് പോയി കഴിഞ്ഞപ്പോൾ അത് വാത്സല്യം ഇല്ല, വിധേയനും പൊന്തന്മാടയുള്ളൂ. വീണ്ടും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വാത്സല്യം എന്ന് പറയുന്നത് കമേഴ്ഷ്യലാണ്, എന്നാൽ നല്ലൊരു ക്ലാസ് സിനിമയാണ്. പക്ഷേ പൊന്തന്മാടയോ അല്ലെങ്കിൽ വിധേയനോ പോലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സിനിമയല്ല വാത്സല്യം. അപ്പോൾ വീണ്ടും അവിടെ ഈ പറയണ പോലെ തന്നെ എന്തൊക്കെയോ ജൂറിയുടെ അവരുടെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം